വാസ്തവത്തിൽ പൗരാണിക കാലഘട്ടത്തിൽ ഗോമാംസം ഒരു നിഷിദ്ധ വസ്തു ആയിരുന്നില്ല എന്ന് തെളിയിക്കുന്ന നിരവധി രേഖകളുണ്ട് സർ. ഞാനെല്ലാം വായിക്കുന്നില്ല. വിവേകാനന്ദ സ്വാമികളുടെ സമ്പൂർണ്ണ സാഹിത്യ പർവം, അതിൽ മാത്രം അതിലൊരു വാചകം കോട്ട് ചെയ്യാൻ സർ. ഈ ഭാരതത്തിൽ തന്നെ വിവേകാനന്ദ സ്വാമികൾ പറയുന്നു, ഈ ഭാരതത്തിൽ തന്നെ ഗോമാംസം കഴിക്കാതെ ആർക്കും ബ്രാഹ്മണനാകാൻ പാടില്ലാതിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഒരു സന്യാസിയോ ഒരു രാജാവോ പ്രമാണിയോ വിരുന്ന് വന്നാൽ ഒന്നാം തരം കാളയാണ് കൊന്നിരുന്നത്. കൃഷിവളന്മാരായ നമ്മുടെ വംശർക്ക് നല്ല കാളകൾ നഷ്ടപ്പെട്ടാൽ നാശമാണ് ഉണ്ടാകുക എന്ന് ക്രമേണ അവർ ധരിച്ചു. വേദങ്ങളിൽ തന്നെ കാണാം. അതിനാൽ ഈ ആചാരം നിർത്തി. ഇപ്പോൾ ഗോഹത്യക്കെതിരായി ശബ്ദമുയരുന്നു. സർ, ചരിത്രത്തിൽ ഇങ്ങനെ ഒരുപാട് സന്ദർഭങ്ങളിൽ പറയുന്നുണ്ട് സർ. ജനവിശദാംശങ്ങൾക്ക് പോകുന്നില്ല. പശു, പോത്ത്, കാളക്കുട്ടി, കുതിര എന്നിവയെ ഇന്ദ്രൻ ഭക്ഷിച്ചിരുന്നു. ഋഗ്വേദം 6:17. ബ്രഹ്മാവ് മൃഗങ്ങളെ സൃഷ്ടിച്ചത് മനുഷ്യർക്ക് വേണ്ടിയാണ്. ഭക്ഷിക്കാവുന്ന ഏത് മൃഗങ്ങളെയും മാംസം മനുഷ്യന് ഭക്ഷിക്കാവുന്നതാണ്. മനുസ്മൃതിയിൽ ബ്രാഹ്മണൻ കഴിക്കാൻ പാടില്ല എന്ന് വേറൊരു ഭാഗത്ത് പറയുന്നുണ്ടെങ്കിലും ജീവൻ നിലനിർത്താൻ വേണ്ടി കഴിക്കാമെന്നേ പറയുന്നുള്ളൂ. എങ്കിലും മനുസ്മൃതിയിൽ ഇത് പറയുന്നുണ്ട് സാർ. അതുപോലെ വേദകാലത്ത് ഗോമാംസം ഭക്ഷിക്കാത്ത ബ്രാഹ്മണനെ ബ്രാഹ്മണനായി കണക്കാക്കിയില്ലായിരുന്നു. വിവേകാനന്ദ സ്വാമികളുടെ മറ്റൊരു കൃതിയിൽ പറയുന്നുണ്ട് സാർ. ഇവിടെ എനിക്ക് പറയാനുള്ളത്, ദി കിങ് എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് മമ്മൂട്ടി പറയുന്ന ഡയലോഗ് ഉണ്ട് സാർ. അതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക സാർ. ഇന്ത്യൻ ഭരണ സർവീസ് ആ പദവിയുടെ അർത്ഥം അറിയുമോ? അതറിയണമെങ്കിൽ ഇന്ത്യ എന്താണെന്ന് അറിയണം. അക്ഷരങ്ങൾ അച്ചടിച്ചു കൂട്ടിയ പുസ്തകത്താളുകളിൽ നിന്നും പഠിച്ച ഇന്ത്യയല്ല, അനുഭവങ്ങളുടെ ഇന്ത്യ. കൂട്ടിക്കൊടുപ്പുകാരുടെയും വേശ്യകളുടെയും തോട്ടുകളുടെയും കുഷ്ഠരോഗികളുടെയും ഇന്ത്യ. ജഡ്ക വലിച്ച് ചോര തുപ്പുന്നവന്റെ ഇന്ത്യ. വളർത്തുനായ്ക്ക് കൊടുക്കുന്ന ബേബി ഫുഡിൽ കൊഴുപ്പിന്റെ അളവ് കൂടിപ്പോയതിന് ഭർത്താവിന് ശാസിച്ച് അത്താഴപ്പട്ടിണിക്കിടുന്ന കൊച്ചമ്മമാരുടെ ഇന്ത്യയല്ല, മറിച്ച് മക്കൾക്കൊരു നേരം വയർ നിറച്ച് വാരിയുണ്ണാൻ വക തേടി സ്വന്തം ഗർഭപാത്രം വിൽക്കുന്ന അമ്മമാരുടെ ഇന്ത്യയാണ് സാർ. കൃഷ്ണേട്ടനെ പോലെയുള്ള പാവം മനുഷ്യരുടെ ത്യാഗങ്ങളുടെയും നൊമ്പരങ്ങളുടെയും ഇന്ത്യ. ആ ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ സോൾ, ആത്മാവ് തൊട്ടറിയാനുള്ള സെൻസ് ഉണ്ടാവണം, സെൻസിബിലിറ്റി ഉണ്ടാവണം, സെൻസിറ്റിവിറ്റി ഉണ്ടാവണം സാർ. ഇവർക്ക് അത് ഉണ്ടാകണമെന്നാണ് സാർ പറയാനുള്ളത്. വൈകിട്ട് RSS ശാഖയിൽ പോയി ഇവർ കസർത്ത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ 3 പൊറോട്ടയും ബീഫും കഴിക്കാൻ സംഘികൾ വന്നാൽ അത് കൊടുക്കാൻ പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ഇരിക്കുന്നിടത്തോളം കാലം കഴിയുമെന്ന് ഓർപ്പിച്ചുകൊണ്ട് ജനവിരുദ്ധമായ ഈ വിജ്ഞാപനം പിൻവലിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന പ്രമേയത്തെ ഞാൻ അനുകൂലിക്കും സാർ. ഈ കൊച്ചു കലാകാരെല്ലാവരും അഭിനന്ദിക്കും.